നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാനാകാതെ ആര്യ രാജേന്ദ്രൻ എതിർ പാർട്ടിക്കാരുടെ ട്രോളിനേക്കാൾ സ്വന്തം പാർട്ടിക്കാരുടെ തെറിവിളിയിൽ അടപടലം തകർന്നിരിക്കുകയാണ് ആര്യ. മറ്റാർക്കും നൽകാത്ത വലിയ പദവി, വലിയ ഒരു ഉദ്യമം നിന്നെ വിശ്വസിച്ചാണ് ഈ പാർട്ടി ഏൽപ്പിച്ചത്. തലസ്ഥാനത്ത് CPM-ന് തലയില്ലാതാക്കിയവളെ നിനക്ക് മാപ്പില്ല എന്ന് സൈബറിടം കത്തിച്ച് പ്രായം കുറഞ്ഞ മേയർക്ക് സ്വന്തം അണികളുടെ തെറിവിളി. സ്വന്തം വാർഡിലെ ജനങ്ങളും പച്ചക്കാരിയെ കത്തിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ശൗര്യം റിസൾട്ട് വന്നതിന് ശേഷം മേയറേച്ചിക്ക് ഇല്ലല്ലോ എന്നുള്ള പരിഹാസം സ്വന്തം കൂട്ടര് തന്നെ ഉയർത്തുകയാണ്. എന്തേ നാവിറങ്ങിപ്പോയോ? വിമർശിക്കുന്നവരെ കടിച്ചു കീറുന്ന ശൗര്യം എവിടെ? ലേഡി പിണറായി കളിച്ച് ഹീറോയിസം കാണിച്ചു നടന്ന ധാർഷ്ട്യം എന്തേ കാണാനില്ലാത്തത് തുടങ്ങി വിമർശനങ്ങളുടെ പാതാളക്കുഴിയിൽ വീണിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ. സ്വന്തം പാർട്ടിയും ചോദ്യമുനയിൽ നിർത്തി അവരെ പൊള്ളിക്കുന്നു. ആശിച്ചു മോഹിച്ച നേമം സീറ്റും വഴുതിപ്പോകുന്നു. രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലാടുന്നതോടെ തകർന്നടിഞ്ഞിരിക്കുകയാണ് ആര്യ. BJP-യുടെ കയ്യിൽ അധികാരം കൊണ്ടുവച്ചു കൊടുത്തതാണ് സഖാക്കളെ വെറുപിടിപ്പിക്കുന്നത്. UDF-ന് കിട്ടിയിരുന്നെങ്കിൽ പോലും ഇത്ര പ്രഹരമാകില്ലായിരുന്നു. വർഗീയ ശക്തികളെ വളർത്തില്ല, BJP-ക്ക് കാലുകുത്തിക്കാൻ ഇടം കൊടുക്കില്ല, നേമത്തെ BJP-യുടെ ഒരു അക്കൗണ്ട് വരെ പൂട്ടിച്ചത് CPM ആണെന്ന് വാദിച്ച് ഗർവം കൊണ്ടിരുന്ന സഖാക്കൾക്ക് തലക്കേറ്റ അടിയായി പോയി കോർപ്പറേഷൻ BJP പിടിച്ചത്. ആര്യ തലസ്ഥാനത്തുണ്ടാക്കിയ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് BJP-ക്ക് വഴി തുറന്നു കൊടുത്തത്. BJP-ക്ക് അധികാരം കൈവെള്ളയിൽ കൊണ്ടുവച്ചു കൊടുത്തതിന്റെ നാണക്കേടിൽ നിന്ന് കരകയറാൻ ആര്യ രാജേന്ദ്രന് ഇനി കഴിയില്ല. അതിനപ്പുറം വിശ്വസിച്ചേൽപ്പിച്ച പദവി കുളം തോണ്ടിയത് കരിയറിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും. ആര്യക്ക് ഇനി ഒരു സീറ്റ് കൊടുക്കാൻ മുതിർന്ന നേതാക്കളോ സഖാക്കളോ അണികളോ തയ്യാറാകില്ല. അങ്ങനെ സംഭവിച്ചാൽ പരസ്യ പോരുണ്ടാകും. ഇപ്പോൾ തന്നെ ആര്യ വിഷയത്തിൽ വലിയ പൊട്ടിത്തെറിയാണ് പാർട്ടിയിൽ നടക്കുന്നത്. പാർട്ടിയിലല്ല, പാർട്ടിക്ക് പുറത്തേക്ക് വരെ ആ പൊട്ടിത്തെറി ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്. ഇതുവരെ ആര്യയെ പിന്തുണച്ചവരെല്ലാം കൈവിട്ടിരിക്കുന്നു. കിട്ടിയ അടി ഇരിപ്പതാണ്. ഇനി അധികം തല പൊക്കില്ല ആര്യ. മുന്നത്തെ പോലെ ഇനി അധികം പീലി വിരിച്ച് ആടാനും നിൽക്കില്ല. ഭരിച്ചു മുടിച്ച അഴിമതിയിൽ കുളിച്ചു തിരുവനന്തപുരം നഗരസഭ. അതും തലസ്ഥാനത്തുകാർ അങ്ങ് സഹിക്കുമായിരുന്നു. പക്ഷേ ആര്യയുടെ ഞാൻ എന്ന ഭാവം, അഹങ്കാരം അത് പൊറുക്കില്ല എന്ന് തിരുവനന്തപുരത്തുകാർ പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് ഈ സമയം. ആര്യയുടെ അഹങ്കാരത്തെക്കുറിച്ച് പലതവണ മാധ്യമങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെയും മാധ്യമങ്ങളെ കൊത്തിപ്പറിച്ചുകൊണ്ടായിരുന്നു CPM വെട്ടുകിളിക്കൂട്ടം ഇറങ്ങിയത്. സ്വന്തം പാർട്ടിക്കാർ പറഞ്ഞു തുടങ്ങിയതും CPM-ന്റെ വായിലെ പിരിവെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നേക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരപരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയവും സഹിക്കാനാകുന്നതല്ല. കാണാൻ പുറത്തു വന്നിരിക്കുന്ന 4 ആളെ കാണാൻ കൂട്ടാക്കിയിരുന്നുവെങ്കിൽ പ്രാദേശിക നേതാക്കളുടെയും സഖാക്കളുടെയും ആവശ്യങ്ങൾ കേൾക്കാനുള്ള പരിഗണനയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ, കൗൺസിലിനുള്ളിൽ തന്നെ ഒരു നല്ല ടീം ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ കുറഞ്ഞപക്ഷം ഇത്ര കനത്തിലാകുമായിരുന്നില്ല തിരിച്ചടി. സ്വന്തം പാർട്ടിക്കാരി ഗായത്രി ബാബു ആര്യയെ വിമർശിച്ച് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിലെ വാക്കുകളാണ് ഇത്. തിരുവനന്തപുരത്തെ മുന്തിയ കോർപ്പറേറ്റുകളെ പ്രീതിപ്പെടുത്തുന്നതിലായിരുന്നു ആര്യയുടെ ശ്രദ്ധ അത്രയും. കൂടാതെ മുതിർന്ന നേതാക്കളെ മണിയടിച്ച് നിൽക്കുന്നതിലും ശ്രദ്ധിച്ചു. കാരണം ഇനിയും കസേര കിട്ടണമല്ലോ, അതിനു വേണ്ടിയിട്ട്. ബാക്കി എല്ലാവരോടും പരമപുച്ഛമായിരുന്നു. ആര്യയെ പിന്തുണച്ചിപ്പോൾ ആകെ സംസാരിച്ചിരിക്കുന്നത് മന്ത്രി V. ശിവൻകുട്ടിയാണ്. ആര്യക്കെതിരെ ഗായത്രി ബാബു ഉയർത്തിയ വിമർശനങ്ങൾ തള്ളിക്കൊണ്ടാണ് മന്ത്രി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. തോൽവിയുടെ എല്ലാ കാരണവും മേയറുടെ തലയിൽ ചാരാമെന്ന് കരുതേണ്ട എന്നും രാഷ്ട്രീയ പക്വത നിലനിർത്തിയായിരുന്നു ആര്യയുടെ പ്രവർത്തനമെന്നും മന്ത്രി പ്രതികരിച്ചു. ഗായത്രി ബാബുവിന്റെ വിമർശനങ്ങൾ വ്യക്തിപരമാണെന്നായിരുന്നു മന്ത്രി V. ശിവൻകുട്ടിയുടെ പ്രതികരണം. അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. ആരോഗ്യപരമായ കാരണങ്ങളാലായിരുന്നു ആര്യ പ്രചാരണത്തിന് ഇറങ്ങാതിരുന്നത്. ആര്യയുടെ പ്രവർത്തനം സംബന്ധിച്ച് ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നും മന്ത്രി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. എന്തായാലും ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ നിന്ന് മേയർ എന്നുള്ള ആ ഒരു പദവി എടുത്തു മാറ്റിയിരിക്കുകയാണ്. വെറും ആര്യ രാജേന്ദ്രൻ. എത്ര വേട്ടയാടപ്പെട്ടാലും തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കും. തന്നിലുള്ള കഴിവ് തിരിച്ചറിഞ്ഞ കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. കോർപ്പറേഷൻ ഭരണസമിതിയുടെ അവസാന കൗൺസിൽ യോഗത്തിൽ സംസാരിക്കവേ ആര്യ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ആ അവസാന പ്രസംഗത്തിലും പാർട്ടി ഏൽപ്പിച്ച ദൗത്യത്തിന് ആര്യ നന്ദി പറയുന്നുണ്ട്. പക്ഷേ പാർട്ടിയെ തോൽവിയുടെ പടുകുഴിയിലേക്കാണ് തള്ളിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ആരും ഇങ്ങനെ അറിയപ്പെടുമെന്നോ ഒരുപാട് ആളുകൾ നമ്മുടെ ഫോണിലേക്ക് വിളിക്കുമെന്നോ എന്നൊന്നും കരുതി ജനിച്ചവരോ ജീവിച്ചവരോ ഒന്നുമല്ല. നമ്മളൊക്കെ ഒരുപാട് സ്ഥാനങ്ങളിലേക്ക് എത്തി,
ഒരുപാട് മുന്നേറ്റങ്ങളും ഒരുപാട് കോട്ടങ്ങളും സ്വാഭാവികമായി ജീവിതത്തിന്റെ ഭാഗമായി നമുക്ക് വന്നു ചേർന്നു. നമ്മൾ പൊതുവെ കാണേണ്ട ഒരു വിഷയം, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ, ചെറിയ പ്രായത്തിലുള്ളവർ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് പരമാവധി പിന്തുണ കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഒരു തെറ്റായ ഒരു ആക്ഷേപം പോലും ഈ സമൂഹത്തിന് കൊടുക്കുന്ന ചിന്ത എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് ചെറുപ്രായത്തിലുള്ളവർ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ, എനിക്ക് നിങ്ങൾ എല്ലാവരും സംസാരത്തിൽ പറഞ്ഞതുപോലെ വ്യക്തിപരമായ ഒരുപാട് അധിക്ഷേപങ്ങൾ മുൻപും ഇന്നുമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ അതെല്ലാം തരണം ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംഘടന അടിത്തറയുള്ളത് കൊണ്ട് വ്യക്തിപരമായി ഞാൻ ആ കാര്യത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ കൊണ്ടാണ്. പക്ഷെ എല്ലാവർക്കും ഇത് കഴിയണം എന്നില്ല. അതായത് പുതിയ തലമുറയിലെ ജനപ്രതിനിധികളായി വരുന്നവർക്ക് ഇങ്ങനെ ആക്ഷേപവും ആരോപണവും എല്ലാവർക്കും സഹിക്കാൻ കഴിയണമെന്നില്ല. നമ്മുടെ പുതിയ തലമുറയിലെ ആളുകൾ എനിക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടത്. പക്ഷെ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുന്നവരെ നമുക്ക് ചേർത്ത് നിർത്താൻ എപ്പോഴും സാധിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ. നമ്മുടെ ഈ ഓഫീസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഓഫീസ് മാത്രമല്ല, 11 സോണൽ ഓഫീസുകൾ ഉൾപ്പെടെയുണ്ട്. നമ്മുടെ നഗരസഭയുടെ ഓഫീസ് എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്രയ കേന്ദ്രമാണ്. നമ്മൾ എത്ര വികസനം നടത്തി എന്ന് പറയുമ്പോഴും, എത്ര സമാധാനത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോഴും, ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ എന്നും അവരുടെ മനസ്സിലുണ്ടാകും എന്നത് എപ്പോഴും നമുക്ക് ഓർക്കാൻ കഴിയണം. അങ്ങനെ ഒരു ആശ്രയ കേന്ദ്രമായ ഈ നഗരസഭയിലേക്ക് കടന്നു വരുന്ന ജനങ്ങളെ, അവരെ എല്ലാം ചേർത്ത് നിർത്താൻ ഒരു ഭരണസമിതി എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് എന്നത് വ്യക്തിപരമായി എല്ലാവർക്കും അഭിനന്ദിക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ നൽകിയ പിന്തുണ ഞാൻ പല ഘട്ടങ്ങളിൽ അത് ഈ കൗൺസിലും അല്ലാതെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പല വിഷയങ്ങളുണ്ടായി പ്രാദേശികമായി ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വിഷയങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകിയത് ജനങ്ങളാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവർ ചേർത്ത് നിർത്തി, നേരത്തെ ഒരു കൗൺസിലർ പറഞ്ഞതുപോലെ മകളെ എന്ന് വിളിച്ച്, എന്റെ വീട്ടിലെ മകളെക്കാൾ പ്രായം കുറഞ്ഞ ആളാണ് ഈ നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് വീട്ടിലെ സഹോദരങ്ങളെ പോലെ, സഹോദരിയെ പോലെ എന്നെ കണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ കണ്ട് ചേർത്ത് നിർത്തിയ, പ്രതിസന്ധികളിൽ ചേർത്ത് നിർത്തിയ ജനങ്ങൾക്കുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും നന്ദി. ആ ജനങ്ങളെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല, ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ജനങ്ങളെ സേവിക്കാൻ നമുക്കൊക്കെ കഴിയും എന്ന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ ഈ നഗരസഭയിൽ 21-നാണ് പുതിയ കൗൺസിൽ ചുമതലയേൽക്കുന്നത്. നാളെ അതിന്റെ വിധി വന്നാലും ചുമതലയേൽക്കുന്നത് വരെ നമ്മളെല്ലാം ജനപ്രതിനിധികളായി ഇങ്ങനെ തുടരുകയാണ്. ആ ഉത്തരവാദിത്തങ്ങൾ ഇതുവരെ നിർവഹിച്ചതുപോലെ പുതിയ ഭരണസമിതി ചുമതലയേറ്റ് അവരെ ഏൽപ്പിച്ച്, നമ്മളെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഈ ആശയങ്ങൾ അവരെ ഏൽപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാ കൗൺസിലർമാരെയും ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, വ്യക്തിപരമായി നിങ്ങളോട് ആരോടും എനിക്കൊരു പ്രയാസവുമില്ല. എനിക്കെന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കണം എന്ന നിലപാടാണ് അന്നും ഇന്നും ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത്. അതിൽ എത്ര തന്നെ വേട്ടയാടപ്പെടേണ്ടി വന്നാലും ആ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഞാൻ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടി എന്ന നിലയിൽ എനിക്ക് നൽകിയിട്ടുണ്ട് എന്നും എനിക്കറിയാം. അത്തരത്തിൽ നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും കരുതലിനുമുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട്
കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായി നിയോഗിക്കപ്പെട്ടത് തന്നെയായിരുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രകീർത്തിക്കപ്പെട്ട നടപടിയായിരുന്നു അത്. വോട്ടർമാർ ചിന്തിച്ചുറച്ച് വോട്ട് ചെയ്യുന്ന തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ ആര്യയെ പോലൊരു യുവ നേതാവ്, ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായത് രാജ്യാന്തര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ ആ പേരും പെരുമയും കാത്തു സൂക്ഷിക്കാൻ ആര്യയുടെ ചെയ്തികൾ കൊണ്ട് കഴിഞ്ഞില്ല. ആര്യയ്ക്ക് അവസരം കൊടുത്തത് തെറ്റായിപ്പോയി എന്ന് സ്വയം തിരിച്ചറിയുകയാണ് പാർട്ടി ഇപ്പോൾ. ആര്യ രാജേന്ദ്രനെ പോലെ ഒട്ടും ഭരണപരിചയമില്ലാത്ത, ഒരു മേഖലയിലും മികവ് തെളിയിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ ജയിപ്പിച്ചെടുത്ത് മേയറാക്കുമ്പോൾ ഭരണപരവും ജനകീയവുമായ വിവേചന ബുദ്ധി ഉപയോഗിക്കാൻ CPM ആര്യയോട് പറയണമായിരുന്നു. അതിനു പകരം ചില നേതാക്കന്മാർക്ക് ആര്യയിലൂടെ നഗരം ഭരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇന്നിപ്പോൾ അവസരം മുതലെടുത്ത് കോർപ്പറേഷനിൽ നിന്ന് കൈയിട്ട് വാരിയ CPM-ന്റെ പല ഉന്നതന്മാരും കൈകഴുകിയിട്ടുണ്ട്. എല്ലാ പാപഭാരവും ആര്യ രാജേന്ദ്രന്റെ തലയിൽ മാത്രമാണ്. ആര്യ രാജേന്ദ്രനാണ് സൈബർ ഇടത്തിലും അതുപോലെ തന്നെ പൊതുമധ്യത്തിലും തെറിവിളി കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ തെറിവിളി മറ്റു പാർട്ടിക്കാരല്ല, സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.